ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് ബാർസലോണയുടെ കോച്ചായിട്ടുള്ള ഹാൻസി ഫ്ലിക്ക് ഒരു കാര്യം വ്യക്തമാക്കുന്നു. അതാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് അതിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക് ടു SSV ടെക് വ്ലോഗ് ചാനൽ. ബാഴ്സ കോച്ചായിട്ടുള്ള ഹാൻസി ഫ്ലിക്ക് ഒരു കാര്യം വ്യക്തമാക്കുന്നു. അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ അഭിപ്രായത്തിൽ പൗ കുബാർസി ഡിഫൻഡർമാരുടെ ലാമിൻ യമാലാണ് എന്നാണ് ഹാൻസി ഫ്ലിക്ക് വ്യക്തമാക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ കുബാർസി ആരാധകർക്ക് വളരെയധികം സന്തോഷം നൽകുന്നതാണ്. ഹാൻസി ഫ്ലിക്കിൻ്റെ ഈ വാക്കുകളോട് 100% ഞാൻ നീതി പുലർത്താണ്. അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളോട് 100% ഞാൻ ഉറപ്പ് തരികയാണ്. കാരണം അത് തന്നെയാണ് പൗ കുബാർസിയെക്കുറിച്ച് ബാർസലോണ ആരാധകരോട് കൂടുതലായിട്ടൊന്നും പറയാൻ ഉണ്ടാവില്ല. കാരണം ഓരോ ബാഴ്സലോണ ആരാധകരുടെയും ഇടനെഞ്ചിൽ കയറിപ്പറ്റിയ ഒരു ഡിഫൻഡറാണ് പൗ കുബാർസി എന്ന് പറയുന്ന ഡിഫൻഡർ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. എനിക്ക് ഏത് മാച്ചാണെന്ന് ഓർമ്മയില്ല, പക്ഷേ ഞാനൊരു പൗ കുബാർസിനെ കുറിച്ചിട്ട് ഒരു കാര്യം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഏത് മാച്ചാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് നിങ്ങൾക്ക് അറിയുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻ്റായിട്ട് അറിയിക്കുക. ആ മാച്ചിന് ശേഷം കുബാർസിൻ്റെ മുഖത്ത് ഫുള്ള് സ്റ്റിച്ചായ ഒരു അവസ്ഥയാണ്. ഫുള്ള് പരിക്ക്, എന്താ പറയുക, ചോരക്കളി കളിച്ചൊരു ഫുള്ള് പരിക്കായിരുന്നു. മുഖത്ത് ഫുള്ള് പരിക്ക്. മുഖം നോക്കിയ ഫുള്ള് ചോരപ്പാടുകളല്ലാതെ ഒന്നും അദ്ദേഹത്തെ കണ്ടിട്ടില്ലായിരുന്നു. അന്നാണ് എനിക്ക് പൗ കുബാർസി എന്ന് പറയുന്ന ബാർസയുടെ ഡിഫൻഡറായിട്ടുള്ള പൗ കുബാർസി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വില എനിക്ക് മനസ്സിലാവുന്നത്, അദ്ദേഹം ആരാണെന്ന് മനസ്സിലാവുന്നത്. അതായത് എത്ര വലിയ എതിരാളികൾ മുന്നിൽ വന്നാലും അവരേക്ക് തന്നെ വയ്ക്കുന്നതിലപ്പുറം, നമ്മളിപ്പോൾ പച്ച മലയാളത്തിൽ പറയില്ലേ, ചത്ത് കളിക്കുക, അങ്ങനത്തെ ഒരു പ്ലെയറാണോ ഈ കുബാർസി എന്ന് പറയുന്നത്. ബാർസയ്ക്ക് വേണ്ടി ചത്ത് കളിക്കുന്ന ഒരു പ്ലെയർ, അതാണ് കുബാർസി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചിട്ടാണ് ഹാൻസി ഫ്ലിക്ക് വ്യക്തമാക്കിയിട്ടുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ പൗ കുബാർസി എന്ന് പറയുന്ന ആ ഡിഫൻഡർ, എൻ്റെ ടീമിലെ ഡിഫൻഡർ, അത് ഡിഫൻഡർമാരുടെ ലാമിൻ യമാലാണ് എന്നാണ് ഹാൻസി ഫ്ലിക്ക് വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളെ മറുപടി എന്താണെന്ന് തോന്നുന്നുള്ളത് താഴെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലത്തെ ഫുട്ബോൾ റിലേറ്റഡ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.